പുറമേ നിൽക്കുന്ന ഒരാൾ പറയുന്നത് കേട്ടാൽ, ഒരു ഗോസിപ്പിലേക്ക് നമ്മൾ വീണ് പോയാൽ, ആ പോസിറ്റിവിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് തുടങ്ങുന്നുണ്ട്, നല്ല കോൺസെപ്റ്റ് ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഇഷ്യൂ കാരണമാണ് പല ബിസിനസ്സും എന്ത് ചെയ്തത് പരാജയപ്പെടാനുള്ള കാരണം. സാറിനൊക്കെ പേഴ്സണലി ഒരുപാട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പാർട്ട്ണർഷിപ്പ് വരാൻ എളുപ്പമാണ്. ഇന്ന് വന്ന് കണ്ടൊരു കോഫി കുടിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ എൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുമ്പോഴും ഒരു ബിസിനസ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ പല രീതിയിലായിരിക്കും ഒരു ബിസിനസ്സിലേക്കോ പാർട്ട്ണർഷിപ്പിലേക്കോ എത്തുക. ആദ്യം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും പല കഴിവുകളുണ്ടാവും. അപ്പോൾ അവിടെ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആദ്യം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കാര്യങ്ങൾ സംസാരിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം പരസ്പര വിശ്വാസമാണ്. അത് എപ്പോഴും നമ്മൾ പറയില്ല, ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ 100% നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് വേണ്ടതുമാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈഗോ. ഇപ്പോൾ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് റെക്കഗ്നേഷനൊക്കെ കിട്ടും. അപ്പോൾ കിട്ടുന്നത് നമ്മുടെ ഓർഗനൈസേഷനാണ്, സ്ഥാപനത്തിനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പലപ്പോഴും ആൾക്കാർ വരുന്നത് എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ പാർട്ട്ണർക്ക് എന്താണ് പരിഗണന കിട്ടുന്നുണ്ടോ, എന്നെക്കാൾ കൂടുതൽ എൻ്റെ പാർട്ട്ണർക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ടോ, അവിടെ വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് റെക്കഗ്നേഷൻ പാർട്ട് തന്നെയാണ് പ്രശ്നം വരുന്നതുണ്ടാവുക. പിന്നെ പലപ്പോഴും ഞാൻ തുടക്കത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്താൽ, ഇപ്പം ഞങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട്. ഡോക്ടർ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ എൻ്റെ ഏരിയക്കകത്തേക്ക് ഡോക്ടർ കറക്റ്റായിട്ട് സജഷൻസ് പറയും. ഡോക്ടർ ഏരിയക്കകത്തും ഞാൻ ഇത് ആഡ് ഓൺ കാര്യങ്ങൾ പറയുന്നല്ലാതെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്മളെ പാർട്ട്നേഴ്സിന് പല കഴിവുണ്ടാവും, അവർക്കൊരു ഫോക്കസ് ചെയ്യേണ്ടാവും. അത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരസ്പര വിശ്വാസമാണ് ഇതിൻ്റെ ഒരു ബേസ്. അതില്ലാതാവുന്നതാണ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോസിപ്പ്. ഇപ്പോൾ നമ്മളെ കുറിച്ചിട്ട് എന്താണ്, നമ്മൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന സമയത്ത് പുറമേ നിൽക്കുന്ന ഒരാൾ പറയുന്നത് കേട്ടാൽ, ഒരു ഗോസിപ്പിലേക്ക് നമ്മൾ വീണ് പോയാൽ, ആ പോസിറ്റിവിറ്റി പോയി കഴിഞ്ഞാൽ എഗെയിൻ ഇത് ബ്രേക്ക്. വളരെ ഇമ്പോർട്ടൻറ്റ്.